ജർണച്ച എന്നെ ബോഡി ഷേക്ക് ചെയ്യുന്നത് മന്ദളം വന്ന് ചെണ്ടോട് പരാതി പറയുന്നതിന്റെ കൂട്ടാ. സബ്സ്ക്രൈബേഴ്സൊക്കെ 10K ആവാറായി. ചെലവൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പപ്പടം ഒന്ന് പൊടിച്ചേ, ട്രൈസ് ഒന്ന് വേണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പക്ഷെ 6 പേര് ഒരു വണ്ടി ഓക്കെ ആയിരിക്കുമോ? ഇവിടെ അങ്ങനെ ഇരിക്കുമോ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നു, പക്ഷെ 2 വണ്ടി അതാ ഞാൻ ചോദിച്ചത്. അല്ലാണ്ട് വണ്ടി എടുത്ത് കഷ്ടമായിരിക്കും. 12:32 രാത്രിയാണ്. അത് മനസ്സിലായല്ലോ. AM ആണ്. വെട്ടത്തിനല്ല പൊടിയുടെ. എന്തോ അതിന്റെ ഇടയ്ക്ക് പാടി എന്തോ നമ്മളെ വിറ്റ് കുറെ കാശ്. ഇവരാരും ഒരു കോമഡി അടിക്കുന്നില്ല ഗൈസ്. അപ്പൊ ഈ പോസ്റ്റ് വരത്തില്ല, ഈ വ്ളോഗ്. അപ്പൊ ഈ കൊച്ചിന്റെ ബർത്ത്ഡേ അപ്പൊ ഞാൻ അത് എടുത്തില്ല. അന്ന് പണ്ട് പല്ല് കാണിക്കാൻ പോയിട്ട് ആ കൊച്ചിനെ എടുത്തിട്ടാണ്. പല്ല് കാണിക്കാൻ പോയിട്ടോ, പല്ലിട്ടതിന്റെ ഒരു വീഡിയോ എടുത്തത്. സബ്സ്ക്രൈബേഴ്സൊക്കെ 10K ആവാറായി. ചെലവൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. 10K സെലിബ്രേഷൻ ഉണ്ട്. വരുന്നോ യുകെക്ക്? വരുന്നുണ്ട്. ടിക്കറ്റ് വിസ എടുക്കുക. അല്ലെങ്കിൽ പെരുന്നാളിന് വരുന്നവരെ കൊണ്ടല്ല നമുക്ക് യൂട്യൂബിൽ സ്കാനർ വെക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യും. ഈ പാവം കുഞ്ഞിന്റെ ടീഷർട്ടിൽ നമുക്ക് QR കോഡ് അടിച്ചു വെക്കാം. പ്ലീസ് സബ്സ്ക്രൈബ്. പ്ലീസ് സപ്പോർട്ട് മൈ പേരന്റ്സ്. വെരി പുവർ. One subscribe, 1 rupee. 1 rupee. 1 subscribe to pray. ചായ. പുട്ടും കിട്ടും കേട്ടോ ഗൈസ് ഇവിടെ. ഇല്ല, കിട്ടത്തില്ലയോ? വേണോ? നല്ല ചൂട് ഒരു പ്രാവശ്യം നമ്മൾ പുട്ട് കഴിച്ചു കൊടുക്കുന്നു. ചൂട് ദോശ. എറണാകുളത്ത് ഓർമ്മ ലീവ് വിളിക്കാൻ വന്നേ. ലീവ് വ്ളോഗ് എന്നിറങ്ങും. അടുത്ത വരുന്നതാണ്. എടാ പേടിക്കണ്ടടാ, ഇത് ഭദ്രമായിട്ട് എന്റെ ഫോണിൽ കാണാം. അത് വേറെ എങ്ങും പോകാൻ പോകുന്നില്ല. എന്റെ പുറം ലോകം കാണാൻ പോകുന്നില്ല. ഈ മനുഷ്യര് എഡിറ്റിംഗ് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും പോലെ വ്ളോഗ് 2000 years later. കണ്ടതും ഷോർമ. മോശമായിരിക്കും. വളരെ മോശമായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാം കഴിച്ചല്ലായിരുന്നോ? ഷെയർ ചെയ്താ കഴിക്കുന്നത് എല്ലാരും. ഒറ്റ ഒരെണ്ണം തിന്നുമല്ല. എല്ലാവരും ഉള്ള പിണക്കങ്ങളൊക്കെ മാറി ഞങ്ങള് Later that same evening. ഇത് ഏതിലെ ഡ്രാഗൺ ആയിരുന്നു? ഹലോ, വെൽക്കം ടു മൈ വ്ളോഗ്. ഇതൊരു പുതിയ ആളാണ്. മാമച്ചൻ ഈ പ്രാവശ്യം വന്നിട്ടില്ല. കിച്ചു ഇപ്പഴാണ് കാണിച്ചു. പിന്നെ ഈ ഒരാള് UK റിട്ടേൺ ആണ്. അവളെ ഊറ്റാനാ വന്നത്. ഗൈസ്, നിങ്ങൾക്ക് വീട് പണിയാനുണ്ടെങ്കിൽ ഇതൊരു ആർക്കിടെക്ട് ആണ്. പ്ലീസ് സമീപിക്കുക. നല്ല ഡിസൈനറാണ്. അവളുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ജർമ്മനി റിട്ടേൺ, UK റിട്ടേൺ. ഇവളെ പൈസക്കാരാണ്. പൈസ തട്ടിയിട്ട് നടക്കാൻ വയ്യ. പോകുന്ന ദിവസം വേറെ ആർക്കും ഇല്ല. അതെ, ആ ജെൻസുവിന്റെ അവകാശമാണ്. പക്ഷേ തരണമെങ്കിൽ എല്ലാരും റാസൊക്കെ നടക്കണം. നാളെ കാണും, പള്ളി കയറും, പ്രാർത്ഥിക്കും. പള്ളി വരും, പ്രാർത്ഥിക്കും, പെരുന്നാൾ കാണും, ലൈറ്റ് കാണും, പിന്നെ അവിടെ പരിപാടി വല്ലതും ഉണ്ട്, അത് കാണും, പോകും. റാസ കഴിയുമ്പോഴത്തേക്കാണോ നമ്മൾ ചെല്ലുന്നല്ലയോ? അക്രമം കഴിഞ്ഞുള്ള അവസ്ഥ. അതിനടുത്ത് തുറന്നിട്ട് കെട്ടിയോന്നും കൊടുത്താൽ ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് പാത്തു ഇല്ലയോ?
പിന്നെ Thank you so much, Irene, for partnering with us in today's video. പോലീസ് ഏമാനായ കുഞ്ഞ് തോക്കൊക്കെ പിടിച്ചിരിക്കും. വെടിവെച്ച് പറഞ്ഞേക്കാം. ഭീകരൻ തന്നെ. രാത്രി 1 മണിയാണ് സമയം. ഇവന്റെ ഉറക്കമെല്ലാം മാറി. ഇന്ന് ഫോട്ടോ എടുത്ത് ചിരിക്കുവാൻ ചെറിയ ചിരിയൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു എടുക്കുന്ന സ്കോപ്പാലൻ. The next day. മാത്രം എടുത്താൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുവാൻ. ജർണച്ച എന്നെ ബോഡി ഷേക്ക് ചെയ്യുന്നത് മന്ദളം വന്ന് ചെണ്ടോട് പരാതി പറയുന്നതിന്റെ കൂട്ടാ. നിങ്ങൾ അങ്ങനെ സിസ്പാക്കി പൊക്കിക്കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അതുപോലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നീയോ ഷിജു മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. പണ്ടേ 100 കിലോ ഉണ്ട്, എനിക്കിപ്പോ 100 കിലോ. ഒന്നും തോന്നില്ലേ? അകത്തോട്ടൊന്നും കൊണ്ടുവിടത്തില്ല. ഓടി വിടത്തേ ഉള്ളൂ, ഞാൻ പറഞ്ഞേക്കാം. Later that same evening. കരയില് വീഡിയോ എടുക്കുക. കൽക്കുരിശിന്റെ ലൈറ്റ്സ് കണ്ടോ ഗൈസ്? ഡൂ 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 ഡൂ. ഇതാണ് ഇഹാൻ ബേബിയുടെ കിച്ചു പാപ്പൻ. ഇത് ലിൻസു പാപ്പൻ. അത് ജിൻസു പാപ്പി. അതപ്പ. ആരോ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ അറിയുന്ന ആളാണോ? നമ്മൾ അറിയുന്ന ആളല്ല ഗൈസ്. ഇതാണ് ചന്ദനപ്പള്ളി കൊച്ചുപള്ളി. ഇതാണ് നമ്മുടെ കൊടിമരം. നമ്മുടെ ചന്ദനപ്പള്ളി വെടിപ്പള്ളി ബിഹൈൻഡ് ദാറ്റ്. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഒരു ഛോട്ടാ ചന്ദനപ്പള്ളി വല. ചോട്ടു അവൻ അവിടെ ആ കാല് വെച്ചപ്പം മനസ്സിലായി സംതിങ് ഈസ് ഡിഫറെന്റ്. ആരെങ്കിലും ഒക്കെ മേടിക്കാൻ പിടിച്ചോടാ. അതെ പ്രാർത്ഥിക്ക്. ഏൻ ബേബി പ്രാർത്ഥിക്ക്. വയ്യാന്ന് കൈകൂപ്പിക്ക്. എങ്ങനെ കൈകൂപ്പുന്നേ? The next day. എന്തുവാ വലിയ പൈസ? ജിയ ഹലോ. ജിയ ഇൻ അടൂർ. ബേബി ഹായ്. ആരെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നതാ. നാട്ടിൽ വന്നേക്കാം. ഇവൻ ഇവിടെ അങ്ങ് കറങ്ങി നടക്കും. Later that same evening. ഈ പ്രാവശ്യം നമ്മുടെ കാർ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ഫുൾ ട്രിപ്പും ഫ്രണ്ട്സിന്റെ വണ്ടിയിലായിരുന്നു.
ഇഷ്ടപ്പെടും. എങ്ങനെയായിരുന്നു? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഡിസൈൻ ബോർഡ് ഇങ്ങനെ ഹായ് ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ഞാൻ പറഞ്ഞത് എന്നെ കഴിച്ചിട്ടേ വരാം എന്തായാലും വരുമോ സമോസ എടുക്കട്ടെ? ഉഴുന്നോടാണോ? ഹലോ ഗൈസ് പറ. പറഞ്ഞില്ല കേട്ടില്ല ഉറക്കെ പറ. The next day. മറ്റു വഴികളുണ്ട് എല്ലാവരും അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. എൻ്റെ കാര്യം മാത്രം വന്നതല്ല, അങ്ങനെയൊക്കെയുള്ള പൊട്ടൻഷ്യാലിറ്റി. പാസിംഗ് ഷോട്ട് ഇഹാൻ ജിയോ ലൈറ്റ് ഫ്ലിക്കർ ആവുന്നുണ്ട്. സാലി ആൻറ്റി, ഈ മുഖം നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതാണ് നമ്മുടെ ലിബിൻ്റെ അമ്മ. ഭീമയായിട്ട് കൊള്ളാമാണ്. അതുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണം പ്രിയ ഇവിടെ വരണമായിരുന്നു. അല്ല ഇവിടെ വരണം, ഇവിടെ മീൻ കച്ചവടമായിരുന്നു ഇവിടെ. പക്ഷേ ടിഷ്യൂ പിടിക്കും. Later that same evening. എവറി ഇയർ ഉള്ള പതിവാണ് പടക്കം. ഈ പ്രാവശ്യം ഗ്രൂപ്പിലെ 2 ആൾക്കാരോട് കൂടുതലുണ്ട്, അൻസും ജിൻസും. Next day. പിള്ളേരെ ചോറിട്ടുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ചോറിട്ട്. ഇപ്പോൾ നിങ്ങൾ എന്തായാലും തിന്നത് പേരായി, എന്നാ പിന്നെ ശേഷമാണ് കഴിക്കുന്നത്. വയറ് നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതാണ് സ്നേഹം. ഒരു പ്ലേറ്റ് വിളമ്പി കൊടുക്കും, ഭർത്താവിന് വിളമ്പി കൊടുക്കും. അച്ഛച്ച കഴിക്കച്ചെന്ന് പറയാം. ട്രൈസ് ഒക്കെ കഴിച്ചിട്ട് ആ പപ്പടം ഒന്ന് പൊടിച്ചേ. ട്രൈസ് ഒന്ന് കാണണ്ടേ? എന്റെ സാറാ. പിന്നെ ഇവിടെ ഒരു വക്കീലുണ്ട്, ഇവളെയും കണ്ടിട്ട് കഴിക്കും വ്ളോഗില്. സെരീനെന്താ പഠിക്കണേ? ബാക്കി എല്ലാവരും നമുക്ക് ഞങ്ങൾ എല്ലാ പെരുന്നാളും ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾ കഴിക്കും. ഇനി ഫോട്ടോ എടുക്കാനൊക്കെ പഠിക്കും. പോകാണ് 24 സെയിം. ഹലോ, ഇന്നെന്താ മേടിച്ചല്ലേ അപ്പ? ഒന്നും മേടിച്ചില്ലേ? എന്തോ മേടിച്ചു? ഇതപ്പൊ ഇൻട്രോ ആയിട്ടപ്പോ ഇതിടാം. ലാസ്റ്റ് ഇയർ നമ്മൾ സെയിം സ്ഥലം സെയിം വ്ലോഗ് എടുത്തിട്ടുണ്ട്. മാക്സിമം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പറയടാ, ബട്ടർ സ്കോച്ച് ഉണ്ട്. എടാ ബാക്കി നീ പറയടാ. ശബ്ദം എന്ത്?
അപ്പൊ മൊത്തം 4 ബൂസ്റ്റ്. വിളക്കിന് എടുക്കല് കേട്ടോ. എന്തുവാടെ മാച്ചിങ് മാച്ചിങ് എപ്പോഴും ഇടുവല്ലോ. നിങ്ങളെ ഞാൻ തിരിച്ചെടുത്തപ്പോ പവർ ബട്ടൺ എങ്ങി റെക്കോർഡ് ഓഫ് ആയി. ഒന്ന് റീക്രിയേറ്റ് ചെയ്യൂ. ആക്ഷൻ. ഒരു ഹായ് പറയാമോ? വ്ളോഗ ഒരു കുപ്പിയും തരുന്നില്ല. ക്ഷീണിച്ചോ? അല്ലടാ, ഈ ക്രിസ്മസിനൊക്കെ കരോളിനിറങ്ങുമ്പോ ബെല്ലടിക്കില്ലേ? അടുത്ത വീട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ പോലെ ഞങ്ങളുടെ എയർപോർട്ട് ടാക്സി വന്നിരിക്കുവാണ്. നമ്മുടെ വീട്ടിൽ പാർക്ക് ചെയ്യും. നാളെ രാവിലെ കൃത്യം 7:30 ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങും. ഉറപ്പാണോ? ഇപ്പൊ എത്ര മണിയായി? 11:40. 7:40 നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ എത്ര മണിക്ക് എണീക്കണം? 6:30. ഇപ്പൊ പാക്കിംഗ് ഫിനിഷ് ആക്കിയാല് 6:30 ഓട്ടോറിക്ഷ വേണം. ഓട്ടോറിക്ഷ വേണം. നീ നാട്ടിക്കുവാണോ? 500 രൂപ. 500 രൂപ എല്ലാവർക്കും ഞാൻ ലാസ്റ്റ് എറിയുന്നുണ്ട് ഈ പ്രാവശ്യം. എനിക്ക് വേണ്ട. എനിക്ക് നിന്ന് കാണാൻ വിശ്വാസം. അവിടെ ഒന്നുമില്ലായിരുന്നു. അവൻ അവിടെ തന്നെ സ്ഥലം വിട്ടു നോക്കിയതാ. പുറകിലോട്ട് അടിച്ച് ബൗൺസ് ചെയ്തെങ്കിലും വീഴുമെന്ന് അറിയാലോ. ഒരു ബിസ്ക്കറ്റെങ്കിലും 50 രൂപ മുടക്കി എന്തെങ്കിലും ഒന്ന് കിട്ടിയായിരുന്നു. അതൊരിക്കലും അയ്യോ, കയ്യെ തട്ടി. അത് കൈ തട്ടിയതാ. അങ്ങനെ 100 രൂപ നഷ്ടമായി. ബാപ്പ പോണോ? ഒന്നും പറ്റിയൊന്നും. വചനങ്ങൾ പഠിപ്പിച്ചു നടക്കുന്നത് The next day. അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്താണ്. അതിൻ്റെ ലൗഞ്ചിൽ കയറി. ഒരു കാർഡിന് ലൗഞ്ച് ആക്സസ് ഉള്ളായിരുന്നു. ഞങ്ങളൊരു ഇൻ്റർനാഷണൽ കൊണ്ടുവന്നത് ഡൊമസ്റ്റിക് വർക്ക് ആവത്തില്ലെന്ന് പറഞ്ഞു. ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്ത് വന്നു. എന്നുവെച്ചാൽ നല്ലതായിട്ട് ഫുഡ് അടിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ കയറുന്ന നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ കയറ്റിയിട്ടുണ്ട്. ഞാനും ഇവനോട് ഇവിടെ ദോശ കഴിക്കാൻ വന്നു. ചില്ലിയാണ് ഗൈസ്. ചില്ലി കഴിച്ച് ഞാൻ റിസ്ക് എടുക്കുന്നില്ല.
2 kilometers later. ഇപ്പോഴാണ് ഫുൾ ടൈം ഉറക്കമായിരുന്നു. വണ്ടി ആകെയാ അളിയൻ. ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് ബറോഡയിലാണ് എൻ്റെ ബ്രദറിന്റെ കുഞ്ഞിനെ കാണാൻ. 2 ദിവസത്തേക്കിനാണ് ഞങ്ങൾ ഗുജറാത്തിൽ പോയത്. അതുകൊണ്ട് വലുതായിട്ടൊന്നും വ്ളോഗ് ചെയ്തിട്ടില്ല. അതറിയില്ല. എന്നെ എടുക്കുവാ. ഇത് ഡ്രൈവ് ത്രൂ ആണ്. അത് പണി നടക്കണതേ ഉള്ളൂ. ജഗദീഷ് നമ്മുടെ എയർപോർട്ട് ലുക്ക് കാണിച്ചില്ല. ഇതാണ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഇവിടെ പണിയിലാണ്, സ്ക്രീനെ പണിയുമാണ്. ലാൻഡ് ചെയ്തു, പക്ഷെ മാപ്പിൽ ഇപ്പോഴും നമ്മൾ എങ്ങോ കിടക്കുന്നേ ഉള്ളൂ. ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരു വില്ലൻ ചക്കൻ. ഒരു വഴക്കമില്ലായിരുന്നു. അവനിപ്പോ ലാൻഡ് ചെയ്യാൻ നേരം കളിക്കണം, അല്ലാണ്ട് എന്ത്. എയർപോർട്ട് ഞങ്ങൾ ലിഫ്റ്റ് എടുക്കാതെ മണ്ടത്തരം കാണിച്ച് നമ്മുടെ വണ്ടി അതല്ലായിരുന്നു. നമ്മളൊന്ന് ഇറങ്ങിയേക്കാം. കോഡ് സെറ്റ് എയർപോർട്ട് ലുക്ക്. കാല് വേദന എടുക്കുന്നു. ഇത്രയും നടന്നു. ആ ലിഫ്റ്റ് എടുത്തെങ്കിൽ മര്യാദയ്ക്ക് വന്നാൽ മതിയായിരുന്നു. അപ്പൊ പെട്ടി എടുക്കണ്ടായിരുന്നു. അതിനെന്തു എല്ലാരും ഓടുന്ന ഇതിനാണ് കേട്ടോ. ഇമിഗ്രേഷന്റെ ലൈന് വേണ്ടിയാ. A few minutes later. തിരിച്ചെത്തി ഞങ്ങള്. അപ്പൊ അത് പോയ പോലെ തന്നെ അഖില് ഞങ്ങൾ വിളിക്കാൻ വന്നിട്ടുണ്ട്. കയറി ശരിയാ. സോ ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾ സേഫ്ലി UK-ലെത്തി, വീട്ടിലെത്തി. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള വ്ലോഗ്സിൽ നമുക്ക് UK-ലെ വിശേഷങ്ങളായിട്ട് കാണാം. അപ് ടിൽ ദെൻ ബൈ.